ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതി. അതിപ്പോൾ നമ്മളെ കേരളത്തിലും അല്ലാത്ത പല സ്ഥലങ്ങളിലും ഇന്ന് ബദർ ദിനാണല്ലോ. ബദർ ആണ്ട് നിറച്ചൊക്കെ എല്ലായിടത്തും നടക്കുകയാണ്. ലോകം മൊത്തത്തിൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ആശങ്കയിലും ഭീതിയിലൊക്കെയാണ്. ഈ സമയത്ത് കൂടിയാണ് നമ്മളെ ബദർ അനുസ്മരണം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബദർ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ, അതൊന്ന് വിവരിച്ചാലേ. ബദർ യുദ്ധം കുറിച്ച് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, അള്ളാഹു റസൂല് മക്കക്കാരനാണ്. അവർ നാട്ടിലെല്ലാവർക്കും ഉഷാറിലൊക്കെ വന്ന ആളാണ്. പക്ഷേ 40 വയസ്സായി, അള്ളാഹിൻ്റെ ഭാഗത്ത് നിർദ്ദേശം വന്നു, പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. അതുവരെ അൽ അമീൻ, സത്യസന്ധൻ എന്നുള്ള ആള് ഈ സത്യം പറഞ്ഞപ്പം ഒരു കദ്ദാബ് എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ സത്യമാണ് റസൂൽ പറയുന്നത്. അത് പറഞ്ഞപ്പോൾ കദ്ദാബ് എന്ന് പറയും. അങ്ങനെ എല്ലാം കൂടി വിഷമായി ബുദ്ധിമുട്ടാക്കി പിന്നെ മക്കത്തു നിന്ന് പുറപ്പെട്ടല്ലോ, നാട്ടിൽ നിന്ന് വിടേണ്ടി വന്നു. നാട്ടിൽ നിന്ന് മദീനത്തേക്ക് റസൂൽ പോയി. മദീനത്ത് ചെന്ന് അവിടെ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തേക്ക് കടന്നിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും മക്കത്തുള്ള ഈ ശത്രുക്കൾ ഇവർ മദീനത്തും അവിടെയും സ്വസ്ഥമായിട്ട് നിൽക്കാൻ സമ്മതിക്കരുത്, എങ്ങനെയെങ്കിലും ഇനിയും ബുദ്ധിമുട്ടിക്കണം. അതിന് സാമ്പത്തികമായിട്ട് ഒന്നും കൂടി ശേഷി നേടണം. ഈ കുറേ ആളുകൾ മദീനത്തേക്ക് പോയി. ഈ പോയ ആൾക്കാരെ മുതൽ പലതോടുണ്ട്. അത് നോക്കാനോ വരാനൊന്നും പിടിക്കാനും പല ആൾക്കാരും ഇല്ലാത്തതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇവർ വീണ്ടും കച്ചവടത്തിനൊക്കെ പോയി മുതൽ ശേഖരിച്ച് വീണ്ടും റസൂലിനെതിരെ ആക്രമിക്കാനും ഇങ്ങനെയുള്ളൊരു ഗൂഢ ആലോചനകൾ നടക്കുകയാണ്. അപ്പോൾ ആ സംഭവം റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഈ വിവരം അറിയിക്കുകയാണ്. ഒരു രഹസ്യ വാർത്ത റസൂലുള്ളാഹിക്ക് ഒരാൾ എത്തിക്കുകയാണ്. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഈ ബദറിൻ്റെ ചരിത്രവും മറ്റുമൊക്കെ കേരളീയർക്കിടയിൽ അത് കൂടുതൽ എത്താനും മനസ്സിലാക്കാനും ഇടയായതാണ് ബഹുമാനപ്പെട്ട മൊയ്ൻകുട്ടി വൈദ്യരെ ബദർ കിസ്സപ്പാട്ട്. അതിലെല്ലാവർക്കും കാണാപ്പാടുള്ള ചില വരികളുണ്ടാവും. ഹക്കാനക്കോനമാറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി ആരേതും എത്തിടുക ഈരാറു മുത്ത ഷഹർ പാറാൽ പൊറുത്ത പിറകേ അക്കാനക്കോനമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന അണവായി ആരേതും എത്തിടുക ഈരാറു മുത്ത ഷഹർ പാറാൽ പൊറുത്ത പിറകേ. അതിൻ്റെ ബാക്കിയുണ്ടാവും. തെക്കോവർ ഹാമിദരും മിക്കോർ സ്വഹാബികളും ഒക്കായിരിക്കും പൊളുതിൽ ജാസൂസൊരുത്തർ വരെ യാസീ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുളായി. അവിടെ പറഞ്ഞ തെക്കോവർ ഹാമിദരും മുത്തുനബിയും മിക്കോർ സഹാബികളും. മുത്തുനബി സഹാബികളൊക്കെ ഇരിക്കുമ്പോൾ ജാസൂസ് ഒരു രഹസ്യവാർത്ത എത്തിക്കുന്ന ഒരാൾ വന്നിട്ട് നിങ്ങൾക്കെതിരെ നീക്കം നടത്താൻ മുതലൊക്കെ ശേഷി നേടി അതിനുള്ള തന്ത്രം നടത്തിയിട്ടുണ്ട്. അതിനൊത്തൊരു ടീം ഇങ്ങനെ കച്ചവട സംഘം പോയിട്ടുണ്ട്. ഒരു തിരിച്ചൊക്കെ ഒന്ന് നിങ്ങളൊക്കെ എതിരിൽ അടിക്കാനുള്ള സംരംഭമാണ്. ഇത് സ്വാഭാവികമായിട്ടും അറിഞ്ഞാൽ ആരും അതിനെ പ്രതിരോധിക്കൂലേ. നിങ്ങളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പം യുദ്ധത്തിൻ്റെ ഒരു സംഭവങ്ങളാണ്. ഏത് രാജ്യവും ഏത് നാട്ടുകാരും തങ്ങളുടെ നിലനിൽപ്പും വിഷയമൊക്കെ ശ്രദ്ധിക്കും. അതിനെതിരിൽ വെറുതെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ടീം വരുന്ന പോലെ പ്രതിരോധിക്കാനാണ് ബദറിലേക്ക് നീങ്ങി. ബദർ എന്ന് പറഞ്ഞാൽ ജന്മനാട്ടിൽ ഈ ഗുണ്ടായിസം കൊണ്ട് ഒരു നിലക്കും ജീവിക്കാൻ വന്നപ്പോൾ വേറെ നാട്ടിലേക്ക് പോയി. ആ നാട്ടിലേക്ക് ഇവർ ഈ ഗുണ്ടായിസെറ്റ് വരിക, പിന്നെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാനുള്ള പരിപാടി. എല്ലാ സംഭവങ്ങളും ഇനി ബദർ, ഉഹദ്, ഖന്തക്ക്, ഖൈബർ, ഹുനൈൻ എല്ലാം എടുത്ത് നമ്മൾ ചരിത്രം പശ്ചാത്തലം നോക്കിയാൽ ഓരോ ഈ രൂപത്തിലായിരിക്കും. ഇപ്പോൾ ഖൈബർ അവിടുത്തെ രാജാവ് പല ആൾക്കാരും സ്വകാര്യമായിട്ട് പറഞ്ഞേക്കാണ് അയാളെ കൊല്ലണം. ഇങ്ങനെ പ്രശ്നം സൃഷ്ടിക്കുമ്പോൾ ആ ഖൈബറിലേക്ക് പോകേണ്ടി വന്നത്. ഉഹദ് മൊത്തം മദീന ആക്രമിക്കാൻ വരികയാണ്. ഖന്തക്ക് എന്ന് പറഞ്ഞാൽ ഗസ്വത്തുൽ അഹ്സാബ് എന്നാണ്. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, അഹ്സാബ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ആക്രമിക്കാൻ വരികയാണ്. അതിനൊക്കെ പ്രതിരോധിക്കുക. അതേ സമയത്ത് ഇപ്പം ഈ റമദാനിലാണ് ഇപ്പോൾ ഈ ബദർ നടന്നത്. ഹിജറ 2ാം വർഷം. റമദാൻ ഹിജറ 8ാം കൊല്ലം റമദാനിൽ തന്നെയാണ് ഏത് നടന്നത്? ഫത്ഹ് മക്ക. മക്ക റസൂലുള്ളാഹിൻ്റെ കീഴിൽ വന്നു. അന്ന് മക്കയിലുള്ള ശത്രുക്കൾ പലരും പേടിച്ച. പക്ഷേ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കും ഇല്ലയോ, നിങ്ങൾ ഇന്നെ കൊള്ള പേടിക്കണ്ട, യാതൊരു പ്രതികാരമില്ല.
എന്താണ് ആ റഹ്മത്ത്, എന്താണ് ആ വിശാലത. അപ്പം ഇത് ഒരു ഇത്തരം നിർബന്ധിത സാഹചര്യത്തിൽ വന്ന പ്രതിരോധമാണ്. അവരെ ഇങ്ങനൊരു ടീം ആസൂത്രണം ചെയ്ത് വന്നപ്പോൾ എന്നാൽ അവരെ തടയണം. അത് ചെയ്യുമല്ലോ എല്ലാവരും. ഇതിനു വേണ്ടി പോകുമ്പോൾ ഇവരൊരു യുദ്ധത്തിനോ മറ്റൊന്നും ഒരുങ്ങി പോകണമല്ല. നമ്മളെ ബദറിൽ തന്നെ കാണാം, ഒരു പുറപ്പെടുമ്പോൾ ഒരു യാത്രയിൽ പലപ്പോഴും കൊടികളും മറ്റൊക്കെ ഉണ്ടാവും. അതേസമയത്ത് ആയുധങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മളെ വൈദ്യരെ നമുക്കിതിന് മറക്കാൻ പറ്റില്ല. അതിൽ തന്നെ കാണാമല്ലോ, ബദറുൽ ഹുദ, യാസീൻ, നബി, ഖറജായ് അന്നേരം. രണ്ടുപേരും പോയി ബദറുൽ ഹുദാ യാസീൻ നബി ഖറജായ് അന്നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ. ബദർക്കുള്ളൊരു പോക്കാണ്. അവർ പ്രത്യേക ഒരു യാത്രയാണ്. 3 കൊടിയുണ്ട് എന്നാ. കൊടിയൊക്കെ പിടിക്കൽ പഴയകാലം മുതലുണ്ട്. വളർക്കൊടി 3 എണ്ണം, 3 കൊടി. അതിലൊന്ന് അബിയത് വെള്ള, പിന്നെ വർണ്ണമതാം പിൻ 2 അസ്വദ് കറുപ്പ്. മോയിൻകുട്ടി വേദര ഈ പിന്നെ കവിതയിൽ എല്ലാ ഭാഷയും വരുന്നത്. അറബി ഉണ്ട്, പിന്നെ മലയാളവും തമിഴും ഉണ്ട്. പക്ഷേ അറബിയൊക്കെ കറക്റ്റ്, അതിന്റെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടാണല്ലോ പോണത് എല്ലോ. അതെ അതെ അതെ. അപ്പോൾ ശരിക്കും മോയിൻകുട്ടി വൈദ്യർ നല്ല കാര്യപ്പെട്ട ഒരു പണ്ഡിതൻ കൂടിയായി എന്ന് മനസ്സിലാവും. മോയിൻകുട്ടി വൈദ്യർ വേറെ തന്നെ മൂപ്പരെ കുറിച്ച് ഇതിലൊന്ന് പറയാനുണ്ട്. മൂപ്പര് പിന്നെ ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു, വെറും ഒരു പാട്ടുകാരനല്ല. അവർ ഉസ്താദായിരുന്നു ഖാദി അബൂബക്കർ കുഞ്ഞി. നമ്മളെ കോഴിക്കോട്ടെ ഖാദിമാരിലുള്ള അബൂബക്കർ കുഞ്ഞി അവർ ഉസ്താദ. അബൂബക്കർ കുഞ്ഞിക്ക് പാട്ടിൽ ഒരു പ്രത്യേക കഴിവാണല്ലോ വൈദ്യർക്ക്. അപ്പോൾ അബൂബക്കർ കുഞ്ഞിക്കാദിക്ക് പാട്ടിൻ്റെ ചില വിഷയമൊക്കെ മൂപ്പര് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ഷാദുലിമാരുണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിൽ ഉണ്ടല്ലോ, അതാണ് ഈ അറബിയൊക്കെ കടന്നു വരിക. അത് കറക്റ്റായിരിക്കും, നഹവും സർഫൊക്കെ. വൈദ്യർ കറക്റ്റിലായി എഴുതുന്നത്. നമ്മളെ പല പാട്ടുകാരിന്ന് പാടുമ്പോൾ ചിലപ്പം തെറ്റിച്ച് പാടും. അറബി അറിയാത്ത ടീം അത് മലയാളത്തിൽ എഴുതിരുത്ത് പാടുമ്പോഴുള്ള ചില പ്രശ്നങ്ങളും. അണവാങ്കി റൂഹുൽ അമീൻ തൻ മോളിയ അമ്പൻ പൂകൾ ദേയ ഹൈറൽ ബറായ. ഹൈറൽ ബറായ എന്നാണ്. ഇപ്പം യാ ഹൈറുൽ ബറായ എന്നാണ് പലരും പാടുന്നത്. അത് നഹ്വോട് വളരെ തെറ്റാണ്. വൈദ്യരങ്ങനെ പാടിയിട്ടില്ല. അപ്പോൾ അതിൽ ഈ 3 കൊടി, 2 കറുപ്പ് കൊടി, 1 വെള്ള കൊടി. പിന്നെ അവർ ആയുധങ്ങളൊക്കെ പറയുന്നുണ്ട്. അതത് 9 ഒരു കൗലിൽ 6 അതിൽ മികുങ്കാത്തുൽ ഫൂൽ അത് നബി പൂണ്ടേ അവരിലെ അടവെ സുയൂഫേട്ടുണ്ട് തിസാരിമാഹം. അവരിലെ അടവസുയൂഫുണ്ട് തിസാരിമാഹും. സുയൂഫ് 8, തിസാരിമാഹ് അറബിയ. അപ്പോൾ ഒരു 9 കുന്തും 8 വാളുമൊക്കെ ഉള്ളൂ ഈ സംഘം. അപ്പോൾ അന്ന് ഞാൻ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലിപ്പോൾ മുൻകാലത്തൊക്കെ വലിയാപ്പാരൊക്കെ മുമ്പ് പിച്ചാങ്കത്തിക്ക് ഉണ്ടാവുമല്ലോ. ഈ കോലത്ത് 5-8 ആൾക്കാരത്ത് ഇതേ ഉള്ളൂ. അപ്പോൾ അവർ ഈ കച്ചവട സംഘത്തിനെ ഇങ്ങനെ വരുന്ന ഒരാൾക്കാരെ പ്രതിരോധിക്കണം, അതിനേ പോകണുള്ളൂ. പക്ഷെ കച്ചവട സംഘം ചെയ്തു. ബദറിൻ്റെ ചരിത്രം അങ്ങനെ പറഞ്ഞപ്പോൾ നീണ്ടുപോകും. നമുക്ക് കേട്ടിരിക്കാനും പറയാനും ആവേശമാണ്, ആൾക്കാർക്ക് കേൾക്കാനും മോഹമാണ്. പക്ഷെ വിശദമായിട്ടൊന്നും പറയണില്ല. ഏതായാലും ബദറിൻ്റെ ഞങ്ങൾ ഉസ്താദ് പിന്നെ ചോദിച്ചേ, ബദറിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മക്കത്തു നിന്നൊക്കെ അങ്ങനെ പിന്നെ വിഷമിപ്പിച്ചു. പിന്നെ അവർ മറ്റൊരു നാട്ടിൽ പോയി, അവിടെയും പിന്നെ സ്വസ്ഥമായി നിൽക്കാൻ സമ്മതിക്കാതെ അവരെ തകർക്കാനോ അടിക്കാനുള്ള ഒരു ഗൂഢാലോചനയുമായിട്ട് നീങ്ങണ ഒരു ടീം അവർ പ്രതിരോധിക്കണം. അങ്ങനെയാണ് ബദർ സംഭവത്തിൽ കണ്ടാണ്. പക്ഷെ പിന്നെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടീം രക്ഷപ്പെട്ട്. ഈ കച്ചവട സംഘം അബൂ സുഫിയാൻ, മക്കത്ത് 2 അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. ഒന്ന് റസൂദാനെ കൂടെ കുടുംബക്കാരാണ് മുല കുടിച്ച അബൂ സുഫിയാന്. അതല്ല അത് ഇത് മറ്റേ അബൂ സുഫിയാൻ, അവിടെ മഷഹൂറായ പ്രസിദ്ധനായ അബൂ സുഫിയാൻ. പക്ഷേ ഈ അബൂ സുഫിയാനും ടീമാണ് ഈ കച്ചവടത്തിൻ്റെ ടീം. ഇവരിത് മണത്തറിഞ്ഞു. നല്ല രസമാണ് വൈദ്യരുടെ ഓരോ വരികൾ. അതിൽ പിന്നെ ഉരയുന്ന അബൂ സുഫിയാനും തൻ മരുവർണ്ണടികളുമായി ഉളരിശാമ് വിടലായി നട ബശിയ ഭയങ്കരമായി. നമ്മളെ പഴയ ആൾക്കാർ ഒക്കെ പാടുന്ന കേട്ടനൊരു ഓർമ്മയിലാണ് ഞാൻ അപ്പോൾ അതാ പാടുന്നത്, അതിൻ്റെ ആ 2 വരിയൊക്കെ. അപ്പോൾ അന്ന് പിന്നെ അബൂ സുഫിയാനും കൂട്ടരൊക്കെ
ഓല് വരുന്ന വഴിയിൽ ഓൽക്കിതൊരു വാസന കിട്ടി, ഇങ്ങനെ ഒരു ടീം അവിടെ തടയാൻ വരാൻ സാധ്യത ഉണ്ടോ എന്ന്. ഓലത് മണത്തറിഞ്ഞു എന്നാ. മണത്തറിഞ്ഞ് പിന്നെ ഒരു സൊഫുറാവ് എന്ന സ്ഥലത്തൊക്കെ എത്തി. അവിടെ എത്തുമ്പോൾ ബദറിൽ അതിൽ കാണാൻ കരുതിവതി സൊഫുറായെത്തി പരതി ചൊതി തവിട കണ്ടോ മദനീയർ ആരാനും ഉണ്ടോ ബരവ് ഇവിട. നല്ല ടൂണില്ല. അപ്പോൾ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഇത് നോക്കി. അപ്പം അവർക്ക് മനസ്സിലായി. അങ്ങനെ വഴി മാറി അവർ പോയി. പക്ഷെ അവരെ സഹായിക്കാൻ പിന്നെ അബൂജഹലും കൂട്ടരൊക്കെ ബദറിലേക്ക് എത്തി. ഒരു വലിയൊരു പാട് ആയിരക്കണക്കിന് ആളുകൾ. അങ്ങനെ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ ഓർക്കാപ്പുറത്തുള്ളൊരു ഏറ്റുമുട്ടലും കൂടിയായിരുന്നു ബദറിൽ. പക്ഷേ അള്ളാഹു റസൂലിൻ്റെ കൂടെ സഹാബാക്കൾ കളങ്കമറ്റ നല്ല നിപ്പ് നിന്ന്. അതാണ് ബദറിൻ്റെ ഒരു പ്രത്യേകത. ബദറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഉറച്ച നല്ല മനസ്സിൽ യക്കീനിൽ ഒരു കാപ്പട്യത്തിൻ്റെ ഒരു ചാഞ്ചനും ഇല്ലാതെ നിന്നൊരു ടീം. അങ്ങനെയാണ് ഈ ബദറിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നെ അവിടെ സംഭവം നടന്നു, വലിയ വിജയം ഉണ്ടായി. മലായിക്കത്ത് ധാരാളം ഇറങ്ങി ബദറിൽ, വലിയ അള്ളാഹുവിൻ്റെ വലിയ വലിയ സഹായങ്ങൾ. അതുകൊണ്ട് തന്നെ ബദർ മറ്റുള്ള യുദ്ധങ്ങളിൽ നിന്നൊക്കെ ബദറിൻ്റെ പോരിശയും മറ്റേ നമ്മളെപ്പോഴും പറഞ്ഞ ഹദീസിലുണ്ടല്ലോ, ജിബ്രീൽ വന്ന് ചോദിച്ചല്ലോ റസൂലുള്ളാഹിനോട്, നിങ്ങളെ കൂട്ടത്തിൽ ബദരീങ്ങളെ പറ്റിയുള്ള നിലവാരം എന്താണ്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. അപ്പോൾ ജിബ്രീൽ പറഞ്ഞ മറുപടി അതേ പ്രകാരമാണ് ഞങ്ങളെ കൂട്ടത്തിൽ ബദരീങ്ങൾ. മലക്കൾ കുറേ ഇറങ്ങിയല്ലോ. അപ്പം ഞങ്ങളെ ഒരു ബദരീങ്ങളിൽപ്പെട്ട മലക്കാണോ അയാൾക്ക് വേറെ പരിഗണന ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് മഹത്വമാണ്. നമ്മളെ കേരളത്തിലൊക്കെ പഴയ കാലത്തൊക്കെ ബദറിൻ്റെ സീറ പാടിയലും പറയലും എല്ലാവർക്കും അതിൻ്റെ വരികളും ഈ വൈദ്യരതയിൽ പ്രത്യേകം കാണാപ്പാടായിരുന്നു. അതിനിപ്പോൾ ഈ വൈദ്യരെ ഈ ബദർ കിസ്സപ്പാട്ട് വന്നതിന് ശേഷമാണ് ശരിക്ക് ഈ മാപ്പിളപ്പാട്ട് രംഗത്ത് തന്നെ പിന്നെ ഒരു മുന്നേറ്റം ഉണ്ടാവണം, ഒരു വലിയൊരു അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ബദർ കിസ്സപ്പാട്ട് എന്ന് തന്നെ പറയാം. അതെ. പക്ഷേ ഈ ബദറിനെ കുറിച്ച് ഈ എല്ലാവരും ഇപ്പോൾ ഈ ബദർ കിസ്സപ്പാട്ടാണല്ലോ കൂടുതലും പാടലും പറയലൊക്കെ ഉള്ളത്. അന്ന് ഈ ബദറിനെ കുറിച്ച് വേറെ രചനകളൊക്കെ നമ്മളെ മലയാളത്തിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ മോയിൻകുട്ടിയുടെ കാലം അത് നമ്മളെ കേരളത്തിൻ്റെ ഒരു കവിതൻ്റെ ഒരു ഇത് അങ്ങനെ നോക്കിയാൽ ഒരുപാട് കാലം. ഇപ്പോൾ ഈ പിന്നെ ഖാദി മുഹമ്മദ് എന്നൊരു കാലം മാല ഉണ്ടാക്കി മൂപ്പര്. അപ്പോൾ ഒരുപാട് മാല ഉണ്ടാക്കുന്ന ആളുകളുണ്ടായി. അത് പിന്നെ നാട്ടിലൊരു സ്വഭാവമാണല്ലോ, ഒരാളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിൻ്റെ പിന്നാലെ പലരും ഉണ്ടാവും. അത് ദീനിൻ്റെ മേഖലയിലും ദുന്യാവിൻ്റെ മേഖലയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ ഏത് കാര്യത്തിലും അതിന് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടെന്ന് കണ്ടാൽ എല്ലാവരും ഒരു വഴിക്ക് ഇങ്ങനെ വരും. അപ്പോൾ അന്ന് കുറേ മാലകളുണ്ടായി. പിന്നെ കുഞ്ഞായി മുസ്ലിയാരുടെ കാലത്തൊക്കെ കുറച്ചും കൂടി കടുപ്പപ്പെട്ട വാചകളുടെ ഈ സഫീന പാട്ട്, നമ്മളെ കപ്പപ്പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു. അന്ന് കുറേ കവിമാർ അങ്ങനെ ഉണ്ട്. അതിൻ്റെ അർത്ഥം പിന്നെ വെച്ചുണ്ടാക്കാൻ വലിയ പ്രയാസം. പിന്നെ മോയിൻകുട്ടിയുടെ കാലമായപ്പം ഈ രൂപത്തിലാണ്. അത് അത്രത്തോളം കടുപ്പല്ല, എന്നാലും പല ഭാഷയിൽ കടന്നു വരും. അല്ല, അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഈ മറ്റു ചർച്ചയിലേക്ക് പോണി മുന്നേ ഈ മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് പറയുമ്പോൾ മോയിൻകുട്ടി ഇത്രയും വളരെ വ്യക്തമായ രീതിയിൽ അതിനൊരു പ്രത്യേകമായ ഒരു മുന്തി നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണല്ലോ ഈ ബദർ കിസ്സപ്പാട്ട് കാണുന്നത്. അത് ഞാൻ പറഞ്ഞു വരുന്നേ. അതായത് അപ്പം അന്ന് ഈ മോയിൻകുട്ടിയുടെ കാലമാകുമ്പോൾ ഈ കവിതൻ്റെ രൂപം ഒന്ന് മാറി. പിന്നെ ഈ പടപ്പാട്ട് ഭാഷകൾ പറയുന്നുണ്ട്, എന്നാലും കുറേയൊക്കെ എല്ലാവർക്കും തിരിയും. കുഞ്ഞാമൂലിയാരെ അത്രത്തോളം കടുപ്പല്ല. പിന്നെ മോയിൻകുട്ടിയുടെ കാലമായപ്പം ഇതെല്ലാം കൂടിയായി. അന്ന് പല കവിമാരുണ്ട്. ഒരു കവിമാർ നിറഞ്ഞൊരു കാലം നമ്മൾ ആ കാലം പരിശോധിക്കുമ്പോൾ ആണുകൊണ്ട് പെണ്ണുണ്ട്. ഇപ്പോൾ ഖദീജ ബീവിൻ്റെ വഫാത്തുമാലൊക്കെ ഒരു ഇത് തിരുവരങ്ങാടിയുള്ളൊരു ആയിഷ എന്ന് പറഞ്ഞ ഒരു ഉമ്മയാണ്. നല്ല രസമുണ്ടത്. അങ്ങനെ ആണും പെണ്ണുമായിട്ട് നല്ല കവിമാർ നിറഞ്ഞു നിൽക്കണ കാലം. ആ കവിതകൾക്കൊക്കെ ആ പാട്ടിൻ്റെ ഒക്കെ ഒരു ശൈലി, അതിനൊരു തനിമയുണ്ട്. തനിമ ഒത്തുകൊണ്ടുള്ള രചനകളാണ്. ഇപ്പം നമ്മൾ ഈ മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ പലരും എഴുതുമല്ലോ, അത് അതിൻ്റെ നിയമങ്ങൾ ഒക്കണില്ല. അതിൻ്റെ ഒരു വരികളെ പിന്നെ മഹിമ മനസ്സിലാക്കണില്ല. ഇപ്പം നമ്മൾ ഈ ബദറൊക്കെ നോക്കിയാൽ ബദറും വൈദ്യരും അന്നുള്ള ഏത് കവിമാര രചനകളും ഇപ്പം ഹക്കാന രണ്ടു വരി പാടി അങ്ങനെ ശ്രദ്ധിച്ചോ. അതായത് നമ്മളെ അറബി പറഞ്ഞൊരു 3 ജുംല. ഹക്കാന കോൻ അമറാൽ
മക്കാവ് വിട്ട് നബി, പക്കാ മദീന. ഇത് 3 പോകുമ്പം ഈ 3ൻ്റെയും രണ്ടാമത്തെ അക്ഷരം കാഫാണ്. അതെ അതെ ഹക്ക ആ പാടുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റെപ്പ് ഉഷാർ കിട്ടും. ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട് നബി, പക്കാ മദീന തണവായി. ഇനി മറ്റേ ആറേതും എത്തിടുക റ, ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ. അങ്ങനെ ആ അക്ഷരം അത് ഒന്നെങ്കിൽ അതേ അക്ഷരാകുക, അല്ലെങ്കിൽ അതിനോട് ജിൻസ്വത്താകുക. ഷ സ സ്വ ഇതൊക്കെ പറ്റും. പിന്നെ തക്കോവർ ഹാമിദരും മിക്കോർ സഹാബികളും ഒക്കായിരിക്കുമ്പോൾ ഇതിൽ ജാസൂസ് സീന ഒരു ഉത്തർ വരെ യാസീൻ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുളായി. ഇങ്ങനെ അപ്പോൾ നമ്മൾ നേരത്തെ പഴയ പിന്നെ ഉരയുന്നു അത് വേറെ രൂപത്തിലാണ്. ഉരയുന്ന ബൂ സുഫിയാനും തൻ ഉരയു ര. ഞാൻ അടുത്തതിൽ മരുവർണ്ണഡിൽകളുമായി അങ്ങനെയാണ് പോരും. ഇവിടെ കരുതി കരുര കരുതി വാദി സൊഫിറായെത്തി പര പരതി ചോദി തവിട കണ്ടോ മണ്ട കണ്ടോ മദനീയർ ആരാനും ഉണ്ടോ വരവ് ഇവിട. അങ്ങനെയാണ് അതെൻ്റെ കമ്പി കൗത്ത് വാല് തല. നമ്മളൊക്കെ ഇപ്പോൾ ഈ പാട്ട് തോന്നുന്ന എഴുതൂരെന്നാലും കുറച്ചൊക്കെ നമ്മളിങ്ങനെ എഴുതി പോരുമ്പോൾ ഇതിൻ്റെ പഴമക്കാരെ ആ വിഷയം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മളെ മശായഹന്മാർ നമ്മളെ ഷെയ്ഖിനൊക്കെ തന്നെ ഓരോരു മതത്തിലാണ് നമുക്ക് അതിലൊരു പ്രത്യേക ഒരു ഊർജം കിട്ടുന്നത്. അപ്പോൾ അതിനെ പരിഗണിക്കണം എന്നാണ് പറയാം. അപ്പോൾ അങ്ങനത്തെ നിറഞ്ഞ കവിമാരുണ്ട്. നിങ്ങൾ ചോദിച്ചല്ലോ, ആ കാലത്ത് തന്നെ വലിയ കവിമാർ വേറെയുണ്ട്. അന്ന് മഷൂറായ ഒരു കവിയാണ് ചാക്കീരി മൊയ്തീൻകുട്ടി സാഹിബ്. നല്ല കവിയാണ്, അത് ഒലക്കയിൽ പെട്ട തന്നെ. ചാക്കീരിൻ്റെയും ബദറുണ്ട്, ചാക്കീരി ബദർ എന്നാ പറയാം, അങ്ങനെ അറിയപ്പെടുക. മൂപ്പര ഫുതൂഹ് ഷാമ് ഫത്തഹായ സംഭവമൊക്കെ ഇത്ര കൂടുതലുണ്ടാവും ഒക്കെ. എന്താണ് ആ കവിതൻ്റെ ഒക്കെ രസം എന്നറിയാം. മൂപ്പര അതിൻ്റെ മുഖവുരുണ്ട്. ആര്? ചാക്കീരിൻ്റെ ഫുതൂഹ് ഷാമിൻ്റെ ഒക്കെ തുടക്കത്തിൽ എന്താ രസങ്ങൾ അറിയാം. മൂപ്പരിങ്ങനെ എഴുതി പോരുകയാണ്. തുടക്കത്തിൽ തന്നെ പറയണേ, ഞാൻ അന്ന് ഒരുപാട് കവിമാരുണ്ട്, മൂപ്പന്മാരെ ഞാനൊരു സാധുവാണ്, ഞാനിതൊന്ന് എഴുതി ഇങ്ങോട്ട് ഇറക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടി എന്നെ കളിയാക്കരുത്, പഴയ പിഴവുണ്ടാവും. ആ വിഷയങ്ങൾ മൂപ്പരിങ്ങനെ പാടുന്നുണ്ട്. നിങ്ങളെ എത്ര ഞാൻ എഴുതിയാലും ചാക്കി നിങ്ങൾക്ക് എത്തൂല. കടുവ കിണയാമോ കരുത്താൽ ബില്ലി കഹന ചൂരത്തോട് ശരിയോ സില്ലി. ബില്ലി പൂച്ച, ഉറുദുവാ. പൂച്ച എത്ര മൂത്താലും കടുവ ആവൂലല്ലോ. മൂപ്പര് ആ താഴ്മ പ്രകടിപ്പിക്കാൻ. കടുവ കിണയാമോ കരുത്താൽ ബില്ലി കഹന ചൂരത്തോട് ശരിയോ സില്ലി. സില്ലി എന്നൊക്കെ പറഞ്ഞാൽ റൗണ്ടാ. എത്ര വലിയ റൗണ്ട് ബോട്ടായാലും ചുരത്തിൻ്റെ അടുക്കത്തൂല, ചുരം തന്നെ വലിയ ഇറങ്ങേറ്. അതേമാതിരി മൂപ്പര് പറയുന്നുണ്ട്, ഉടുകൾ തെളിയുമോ കമറ് ലംഘിച്ചാൽ ഉരുകൾ നടത്താമോ ബഹർ കോപിച്ചാൽ. കമറ് ചന്ദ്രൻ പിന്നെ പ്രകാശിച്ചാൽ പിന്നെ നക്ഷത്രം ഇവിടെ എന്ന മാതിരി വലിയ വലിയ കവിമാരൊക്കെ ഉണ്ടാകുമ്പോൾ ചാക്കീരി പൊടുക്കത്താനാണ്. ബഹർ ഉരു പറഞ്ഞാൽ വലിയ വലിയ ചരക്കൊണ്ടാണ്. അതല്ലേ സുനാമി അടിച്ചാൽ അതിന് പോകാൻ കഴിയൂലല്ലോ. എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറുള്ള വരികൾ. ഇങ്ങനത്തെ ആളുകളൊക്കെ ഉള്ള കാലം. പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതിരി അതിൻ്റെ ഇടയിൽ മോയിൻകുട്ടി വൈദ്യത്തിന് വേറെ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, മോയിൻകുട്ടി എല്ലാവർക്കും ഇതിനൊക്കെ കഴിവുണ്ടെങ്കിലും മോയിൻകുട്ടി വൈദ്യർക്ക് അതിൻ്റെ കൂടെ ആ മശായഹന്മാരൊരു കരുത്തുണ്ടായിരുന്നു. കൊണ്ടോട്ടി തങ്ങന്മാർ, ഇഷ്തിയാഖ് ഷാ തങ്ങൾ, അവരെ ചെറുപ്പത്തിൽ ബന്ധപ്പെട്ട് അവരൊരു കയ്യാണ് വൈദ്യർക്ക്. വൈദ്യര് കറാമത്തുമാരായിട്ടൊന്നുണ്ടാക്കിയാണ് അവരെ കുറിച്ച്. ഇഷ്തിയാഖ് ഷാ തങ്ങൾ കറാമത്തുമാരാന്ന് പറഞ്ഞാൽ വൈദ്യര് അവരെ കുറിച്ച് ഷെയ്ഖിനെ കുറിച്ച് എഴുതിയ. അപ്പോൾ അത് പിന്നെ ഒരു വേറെ ഒരു കരുത്താവും. അപ്പം നമ്മളെ കിതാബുകളിലും ഇപ്പൊ ത്വഹ്ഫ, എത്ര ഷറഹ് മിൻഹാജിലുണ്ട്. പക്ഷെ ഇബ്നു ഹജർ തങ്ങളതിന് വേറിട്ട് നിൽക്കുകയാണ്. കാരണം ഈ ചെറുപ്പത്തിലെ ഈ മശായിഖന്മാരെ ബന്ധത്തിൽ പോകുന്നു. അതുപോലെ മഖ്ദൂം തങ്ങളെ ഫത്തുൽ മുഈൻ, അതൊരു പ്രത്യേക ബന്ധം തന്നെയാണ്. നബി ഇമാമിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പക്ഷേ വൈദ്യര കവിതനേക്കാൾ പലതുകൊണ്ട് മികച്ചിക്കണ പല വരികളും എഴുതിയോലന്നുണ്ട്. പക്ഷെ ഇതിനാണ് ആ ഒരു അംഗീകാരം കബൂലിയത്തൊക്കെ ജനങ്ങളുടെ സ്വീകാര്യതയൊക്കെ കിട്ടിയത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ബദറിൻ്റെ കിസ്സകൾ ഒന്ന് സജീവമായിട്ട് വന്നു, ഉഷാറായിട്ട് വന്നു. ആളുകളൊക്കെ മൊയിൻകുട്ടി വൈദ്യർ തന്നെ പിന്നെ നമ്മളെ നാട്ടിൽ അന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വൈദ്യരെ ബദർ കിസ്സ പാടി പറയുന്ന ഒരു സജീവ രംഗമുണ്ടായി. അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. നമ്മളൊക്കെ കുട്ടിക്കാലത്തുണ്ട് ഒരുപാട് കഥാപ്രസംഗം. അന്ന് വളരെ പ്രശസ്തമായ ഒരുപാട് ഈ സൗത്ത് വയനാട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കണ്ടു. സൗത്ത് വയനാട് നിങ്ങൾ കണ്ടുക്കണോ? ഞാൻ കണ്ടതായിട്ട് നോർമലി ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ വന്നു. ഞങ്ങളെ നാട്ടിൽ അതായത് ഈ ബദർ കിസ്സ പാടി പറയണേൽ മൂപ്പരെ മികച്ചക്കണ ഒരാളില്ല എന്ന് പറയാം. മൂപ്പർ ഇവിടെ കൊടുവള്ളിക്കാരനാണ്. ഞങ്ങളെ നാട്ടിൽ മൂപ്പര് പരിപാടിക്ക് വന്നിനി. അവിടെ AP വിഭാഗത്തിൻ്റെ കീഴിൽ ഒരു പരിപാടി വെച്ചു 4 ദിവസം. അന്ന് 4 ദിവസത്തിനൊക്കെ സൗത്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസം. നമ്മളവിടെ അന്ന് കുറച്ച് അതിലൊക്കെ ഒന്നും കൂടി താല്പര്യമൊക്കെ ഉള്ള ഉഷാറുള്ള ആൾക്കാർ പണം ഇറക്കിയിട്ട് തന്നെ മൂപ്പരെ കൊണ്ടുവരികയാണ്. പണം ഇറക്കുക എന്ന് പറഞ്ഞാൽ പരിപാടി സംഘടിപ്പിക്കാൻ അത്ര ഉഷാറാണ്. നാടെ ഇളകിയ പരിപാടിയാണ്. എല്ലാ ആളുകളും അതിന് സമാനമായിട്ടൊരു പരിപാടി നമ്മളെ നാട്ടിലൊന്നും നടന്നിട്ടുണ്ടാവില്ല. സൗത്ത് വയനാട്ടിലായിരുന്നു മൂപ്പര് കുറേ പരിപാടി. ആ പരിപാടി നമ്മളൊക്കെ പോയി ഞാൻ കുറച്ച് ബദറിൻ്റെ പരിപാടികളൊക്കെ പാടിയല്ലോ. അന്ന് മൂപ്പരൊക്കെ അങ്ങനെ പാടുന്നത് കേട്ട് അതിലൊരു ആവേശം നമുക്ക് വന്നു. അങ്ങനെയാണ് ഈ പാട്ടുകൾ ഇങ്ങനെ സൗത്ത് വയനാട് എന്ന് പറഞ്ഞാൽ അതിലൊരു ശരിക്കും ഒരു ഇബ്നു അജറ എന്ന് പറയാം. ആ ബദറിൻ്റെ ഓരോ വരികളും പാടി അതിൻ്റെ ലഫ്ലുകളൊക്കെ അർത്ഥം വെച്ച് ചരിത്രം ഉഷാറായിട്ട് അവതരിപ്പിച്ച് അവിടെയും നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അന്ന് പലരും പാടി പറഞ്ഞവരുണ്ട്. പക്ഷേ സൗത്ത് വയനാടിൻ്റെ ഒന്ന് വേറെ തന്നെ. അപ്പം അതെന്താ മൂപ്പരെന്നെ കാരണം പറഞ്ഞു. മൂപ്പര് ഈ മേഖലയിലുണ്ടെങ്കിലും പിന്നെ മൂപ്പർക്ക് എന്തോ ഒരു ദുർബലത വന്നു. അതിൽ മൂപ്പര് പോയി കുത്തുബുല്ലാന ഷെയ്ഖുന മടവൂര് ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയി ഷെയ്ഖുന പ്രത്യേക സമ്മതം കൊടുത്തു. പാടി പറയാൻ വേണ്ടി പ്രത്യേക ആഹ്വാനം കൊടുത്തു. പിന്നെ സൗത്ത് വയനാട് മൂപ്പരെന്നെ എല്ലാ നിലക്കൊരു സൗത്തായിട്ട് സൗത്ത് വയനാട് ബദ്രണ്ട് അവതരിപ്പിച്ചാൽ അവിടെ ഒരു ബദ്ർ നടക്കുന്നത് പോലെ തോന്നും. നമ്മളെ നാട്ടിലൊക്കെ അന്ന് വന്ന് നമ്മളെ നാട്ടിലെ പിന്നെ അവിടെ സുന്നി സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടത്തി. മലകളിലൊക്കെ ആൾക്കാരാ. തറാവീഹ് റമദാനിലായിരുന്നു. തറാവീഹ് കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് അതിൻ്റെ ആരവെന്നറിയോ? എല്ലാ നാട്ടിൽ നിന്നും. ഇപ്പം നമ്മുടെ നാട് കീശ്ശേരി മേൽമുറി ആണെങ്കിൽ അതിൻ്റെ പരിസരം ചെറുപ്പാലം, ആക്കപ്പറമ്പ്, കാവനൂര്, മോങ്ങം, എക്കാപ്പറമ്പ് ഇങ്ങനെ കൊണ്ടോട്ടിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഭാഗത്തുനിന്നും അന്ന് ഈ കാസറ്റാ ഈ ടൈപ്പായിട്ട് റെക്കോർഡ് ചെയ്യാൻ ബുക്കിങ്ങിന് തിരക്കാണ്. ഇങ്ങനെ ഓഡിയോ കാസറ്റ് കേട്ട സൗത്ത് വയനാട് അങ്ങനെ വന്നിട്ട് മൂപ്പര് പിന്നെ അമുസ്ലിമീങ്ങളും എല്ലാ നാട്ടിലെ അമുസ്ലിമീങ്ങളൊക്കെ മല വന്നിരിക്കും. ലേലംപൊടിയിൽ സജീവമായിട്ട് ഒരു പങ്കെടുക്കും. ഒരു പങ്കെടുത്തിട്ട് സൗത്ത് അതിൻ്റെ തുടക്കത്തിലുണ്ട് ഒരു തവസ്സുൽ ഇസ്തിയാസിം അരുൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ലാസ്റ്റ് ഷെയ്ഖുന മടവൂരിനെ കുറിച്ച് നല്ലൊരു ബൈത്തുണ്ടാവും മദ്ഹിൻ്റെ. മടവൂരെ കാക്കണേ നോക്കണേ നിങ്ങളെ തന്ന മഹത്വമാണ് അല്ലാതൊന്നുമില്ല. അപ്പം നമുക്ക് പോലെ മറക്കാൻ പറ്റൂല. അന്ന് പിന്നെ വേറെ കുറേ പാടി പറഞ്ഞ മൗലവി കൊടക്കല് പിന്നെ സൗത്ത് വയനാട്ടിൽ നിന്നൊക്കെ പഠിച്ച ഒരാളാണ് കായംകുട്ടി മൈത്ര. പോലും ഇതേമാതിരി കുട്ടിക്കാലത്ത് ഷെയ്ഖുനാൻ്റെ അടുത്ത് എത്തിയ ഒരാളാണ്, സമ്മതം കിട്ടിയ ഒരാളാണ്. അതിൻ്റെ ഒരു ബർക്കത്ത് വേറെ കണ്ടിന്യൂ. അതുപോലെ പിന്നെ പക്ഷേ ഇവരായിരുന്നതിൽ ഉദിച്ചു നിന്ന ഒരാളായിരുന്നു. അതിൻ്റെ ഒരു കാര്യം തന്നെ അവരെ നോക്കിയൊരു പ്രചോദനം കൊണ്ട് നമ്മളൊക്കെ ഈ ബദർ പിന്നെ ഈ ഒരു വിഷയത്തിലൊക്കെ പാടി പറയല് ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനല്ലേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു 2 പേരൊക്കെ പാടി നമ്മൾ പറയും, അല്ലാതെ കൂടുതലൊന്നുമില്ല. അതൊക്കെ അവരിൽ നിന്നൊരു പ്രചോദനം. പിന്നെ അതുണ്ടായി എനിക്ക് അന്ന് ഈ ഞാൻ മൂപ്പരെ കാണാൻ പോയി. അസർക്ക് ഞാൻ പോവും മൂപ്പരെ അടുത്ത് മൂപ്പര് ഇരിക്കുമ്പോഴൊക്കെ. അപ്പോൾ മൂപ്പരിങ്ങനെ നല്ല നസീഹത്തൊക്കെ നൽകും. അപ്പോൾ നമ്മൾ ബദറിൻ്റെ പാട്ട് ബുക്കൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് ആയാരെ ഈ ബദറിൻ്റെ വിഷയങ്ങളൊക്കെ അന്വേഷണം നടന്നു. അതിൽ ബദർ മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായി തിരൂര് കാരത്തൂരടുത്ത്. നമ്മളെ രണ്ടത്തനി അംസാക്കല്ലേ ആ പാട്ടടിനെ മൂപ്പര അംസാക്ക. മൂപ്പര് ബദർ മൗലവി എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ്. ഇത് പാടി പറയുന്ന ആളായിരുന്നു. അതുപോലെ വേറെ ഒരു ഷായർ ബാബ പറഞ്ഞിട്ട് ഒരാളുണ്ടായി ആലത്തീരു ഭാഗത്ത്. ഒരിക്കൽ ഞാൻ ഇതേമാതിരി ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കാണാൻ ചെന്നു. വയസ്സായിക്കണ് അതുപോലെ നമ്മളെ ഇപ്പം മമ്പാട് നജീ മൗലവി സംസ്ഥാനൻ്റെ മൂപ്പര് വെല്ലിപ്പ നല്ല ബദർ പറയുന്ന ആളായിരുന്നു. മമ്പാട് ആ ഭാഗത്തൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനത്തെ ആളുകൾ. ഇതുപോലെ ഒരാളെ കാണാൻ ചെന്നപ്പോൾ പ്രായമായിക്കണ്. അയാൾ കുറേ സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞു, മോനെ ഒരുപാടുണ്ട് ഇങ്ങനത്തെ പടപ്പാട്ടിൻ്റെ ബുക്കും മറ്റും, ഇത് ഞാനിവിടെ വെച്ചിട്ട് കാര്യമില്ല, ഇത് കുട്ടി കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞ അയാൾ എനിക്ക് തന്നു. ഒരു 10-25 പല പടപ്പാട്ടും വിഷയങ്ങളും മറ്റതൊക്കെ ആയിട്ടുള്ള
സംഭവങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു അമൂല്യമായ ഒരു സാധനം, അത് ഈ മോയിൻകുട്ടി വൈദ്യരെ മോയിൻകുട്ടി മക്കളില്ലായിരുന്നു. ചില ആൾക്കാർ മക്കളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ അഹമ്മദ് കുട്ടി എന്നാണ് ഒരു മകൻ്റെ പേര്. ആ മകനും ഒരു കവിയായിരുന്നു. ആ മകൻ രചിച്ച ഒരു പാട്ടുണ്ട്, പടപ്പാട്ടല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ, അൽ ഹുജ്ജത്തുൽ കവിയ അല ബിദഅത്തുൽ വഹാബിയ, അതതിൻ്റെ പേര്. അതന്ന് മൂപ്പര് തന്ന കൂട്ടത്തിലാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങളും മറ്റൊക്കെ പാടി പറഞ്ഞുകൊണ്ടുള്ള നമ്മൾ. അതേപോലെ ഈ പിന്നെ ഈ ബദറിൽ അതേമാതിരി നല്ലളം ബീരാങ്ക പിൽക്കാലത്തുള്ള ആളാണ്. നല്ലളം ബീരാങ്കാണ് ഈ പുലിക്കോട്ടിലെ കാലത്ത്. പുലിക്കോട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ കവിയായിരുന്നു. പക്ഷേ ഒരു വഹാബി ചായ്വായി മഹാന്മാരൊക്കെ ഒരു പരിഹാസ രൂപമാണ്. മഹാന്മാരെ ഔലിയാക്കളൊക്കെ നിഷേധിച്ചുകൊണ്ടൊക്കെ നല്ലളം ബീരാങ്ക നിമിഷക്കവിയായിരുന്നു. മൂപ്പർക്ക് ബദറുണ്ട്, ബദർ ഒപ്പനപ്പാട്ട് എന്നാ പറയാ. അപ്പോൾ ഈ നല്ലളം ബീരാക്കാൻ്റെ കാലത്താണ് ഈ പുലിക്കോട്ടിൽ മഹാന്മാരൊക്കെ മക്കാറാക്കി എഴുതുമ്പോൾ ആ ടൈം ഹസാൻ എന്നൊരു ഗണിച്ചതുപോലെ പാട്ട് പാടി മറുപടി പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ ഒരു ശക്തനായ നിമിഷക്കവിയാണ്, ഭയങ്കരമായിരുന്നു നല്ലളം ബീരാങ്ക. ഇങ്ങനെ പല ആളുകളും നമ്മളെ ഈ ബദറിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ബദർ കിസ്സപ്പാട്ടിനെ കുറിച്ച് നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉസ്താദ് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ രചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉസ്താദ് ഇപ്പോൾ ഈ രംഗത്ത് ഇപ്പോൾ ഈ മഹാന്മാരെ കുറിച്ചും ഇപ്പോൾ ഈ ബദരീങ്ങളെ കുറിച്ചും ഇങ്ങനത്തെ ഗാനങ്ങൾ കൂടുതലായിട്ട് രചിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ? ഇങ്ങനെ ഒറ്റപ്പെട്ട പാട്ടുകളൊക്കെ നമ്മളെ മശായിഖന്മാരെ മതിൽ നമ്മൾ എഴുതി പോകണം. പാട്ടിങ്ങനെ ചെറുതെന്ന് തോന്നുന്നു മുമ്പ് എഴുതിയപ്പോൾ നമ്മളെ ഷെയ്ഖുനാക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഷെയ്ഖുന അതിങ്ങനെ നോക്കി, അതിഷ്ടമായി. പിന്നെ പാട്ട് എഴുതാൻ വേണ്ടി പ്രത്യേക കൽപ്പനയായി. പിന്നെ നമുക്ക് ആ ഒരു സഹിലായി. മാഷാ അല്ലാഹ്, ആ ഒരു ഹിദ്മയാണല്ലോ ഓരോ നോട്ടം. അപ്പോൾ പിന്നെ ഒറ്റപ്പെട്ട പലതും മാത്രമല്ല, ഇതുപോലെ പടപ്പാട്ടിൻ്റെ ഈണത്തിൽ നമ്മൾ മുമ്പ് നമ്മുടെ ദർസിലെ കുട്ടികൾ ഈ അവാമിലൊക്കെ പഠിക്കുമ്പോൾ ചില കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് ഈ അവാമിൽ ഓരോന്നും പാട്ടാക്കി തന്നാൽ തിരക്കിടില്ല. അപ്പോൾ എനിക്ക് തിന്നത് വൈദ്യരൊക്കെ പടപ്പാട്ടിൻ്റെ രൂപത്തിൽ അത് നിങ്ങളാരൊക്കെ ഒന്ന് പാടി കൊടുത്തിരുന്നു കുട്ടികൾക്ക്. അറിയുക കുട്ടി കേലിമാത്ത് അറയിലുറച്ചോ സലാസത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ ആ പാട്ട്. പിന്നെ ഇസ്മു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഇസ്മു ആണോ ഫീലാണോ സംശയിക്കണേ, അതിൻ്റെയൊക്കെ പാട്ട്. പിന്നെ ഇസ്മുൻ്റെ കൂട്ടത്തിലുണ്ടൊരു ജാതി വസുവാസുണ്ടാക്കിയിടും അവകൾ ചങ്ങാതി, ഇതൊക്കെ അതിലെ വരികളാണ്. പിന്നെ കർബല നമ്മൾ പാട്ടാക്കി. അപ്പോൾ ഈ കിസ്സപ്പാട്ടിൻ്റെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ബദറിൻ്റെ വിഷയം പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ചില കവിമാരുണ്ട്. അതിൽപ്പെട്ട ഒരു മുഖ്യനാണ് കടായിക്കൽ മൊയ്തീൻ സാഹിബ്, തിരൂര്. വല്ലാത്ത വരികൾ, ജന്നാത്തുൽ ഫിർദൗസിൽ ഇരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ മഷഹൂറായ വരിയ. അത് എഴുതിയ ആളാണ് കടായിക്കൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബ്രിട്ടീഷുകാർ മൂപ്പരായിട്ട് പൂട്ടിയതാണ്. അപ്പം മഹാന്മാരെ വിളിച്ച് സഹായം തേടി വൈത്താണത് വരികളാണ്. എന്താണ് അതിൻ്റെ വരികൾ? ആ ജയിലിലുള്ള ഇത് മൂപ്പര് കാര്യമായും അസ്ഹാബുൽ ബദറിനെ വിളിച്ചു എന്നാണ്. അങ്ങനെ ബദരീങ്ങളെ തവസ്സുലാക്കി ഇസ്തിഹാസയാക്കിയിട്ട് മൂപ്പര് എഴുതിയ ഒരുപാട് വരിയുണ്ട്. നമ്മളെ കടലുണ്ടി മുസ്തഫാഖാൻ്റെ അടുത്ത് അതിൻ്റെ നല്ലൊരു ശേഖരം തന്നെ ഉണ്ട്. അവരുടെ കുറേ പാട്ടൊക്കെ ഇവിടെ എത്തിക്കുന്നത് മുസ്തഫാക്കാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് ഇപ്പോൾ കുറേ ആൾ സൂഫി പിന്നെ പാട്ടുകാരെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ രംഗത്തുണ്ടെങ്കിലും മുസ്തഫാഖാൻ്റെ ഒരു വേറിട്ടൊരു അതൊരു തനിമയിൽ ആ ഒരു നല്ല ബന്ധത്തിൽ പോകുന്നതാണ്. ആ മൂപ്പര് ഈ കടായിക്കലിൻ്റെ പാട്ടൊക്കെ ഈ അസ്ഹാബുൽ ബദറിൻ്റെ ഒരുപാട് നല്ല നല്ല വരികളുണ്ട്. ഈ കടായിക്കലിൻ്റെ വരികൾ പാടിയെടുക്കാൻ കുറച്ച് പണിയാണ്. അന്ന് ചില നിരീശ്വരവാദികൾ മഹ്ശറിനെ മറ്റൊക്കെ കളിയാക്കിയപ്പോഴാണ് മൂപ്പര് ഒരു പാട്ട് പാടിയിനല്ലോ, മലിക്കുൽ മുലൂക്കിനെ കാണാന് മഹ്ശറ വിട്ട് കടക്കാന്. ഈ പാട്ട് ഇപ്പോൾ ഈ റിയാലിറ്റി ഷോകളിലൊക്കെ വരുന്നുണ്ട്. പാലം കടക്കണമെന്നത് കല്ലട ശൈത്വാനെ. ആ പാട്ട് അന്നത്തെ നിരീശ്വരവാദിക്ക് മറുപടിയാണ്. ഈ പാട്ട് ഇപ്പോൾ മഷൂറാണ്, കാരണം ഒരുപാട് കുട്ടികൾ ഈ റിയാലിറ്റി ഷോകളിലൊക്കെ അപ്പോൾ ഈ കടായിക്കലി അതേമാതിരി KV അബൂബക്കർ മാഷ് പൊന്നാനി, അബൂബക്കർ ഉസ്താദ് എന്ന് പറയും, മാഷ് എന്ന് പറയും. നാട്ടുകാർ കളിയാക്കി മൂപ്പരെ. ഒരു പ്രത്യേക നല്ലൊരു ബന്ധത്തിലാണെങ്കിൽ മൂപ്പരൊക്കെ. അപ്പം പിന്നെ മൂപ്പര് അതിനപ്പം തന്നെ ആ സ്പോട്ടിൽ മറുപടിയായിട്ട് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനാണ് നാടുവാഴി നാട്ടാരെ കണ്ണിൽ പൂഴി നിറക്കുന്നതെന്തിനായി
നാശം വരും ചെങ്ങായി. അങ്ങനെ ഒരു നല്ല വരികളാണ്. നാവിൻ തലക്ക് കെട്ട് അല്ലെങ്കിൽ തേൻ പുരട്ട് കേടിനറുത്ത മുട്ട് മുട്ട കേവിക്ക് ഇതെന്ത് ഷൊട്ട് എന്നൊക്കെ ഒരുപാടുണ്ട്. കൊയിലാണ്ടി ഒരു മസ്താണ്ടല്ലോ, ഇവരൊക്കെ ഇത്തരം നല്ല നല്ല മഹാന്മാരെ പാട്ട് എഴുതിയ ആൾക്കാരാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ മംഗലാപുരം മൗല, കണ്ണൂർ മൗല, ഇങ്ങനെയുള്ള മശായഹന്മാരെ ബന്ധത്തിലുള്ള മക്കളാണ്. അതുമാതിരി സ്വാലിഹ് മൗല, അങ്ങനെയൊക്കെയുള്ള ആ ഒരു മശായഹന്മാരെ കരുത്തിലുള്ള കവിമാരായിരുന്നു. അതുപോലെ നമുക്കിത് പ്രത്യേകം മറക്കാൻ പറ്റൂല. ഈ ബദറൊക്കെ നമ്മൾ പാടുമ്പോൾ ബദറിൻ്റെ ഓരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ പൂർവിക കവികളാണ് അവരൊക്കെ. അപ്പോൾ ഈ ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബദരീങ്ങളെ അനുസ്മരിക്കുന്നു, ബദരീങ്ങളെ പേര് പറയുന്നു, ബദർ പടപ്പാട്ടുകളും മറ്റും പാടി പറയുന്നു. ഇതിനൊക്കെ പ്രത്യേകം പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലും എല്ലാത്തിടത്തൊക്കെ സുന്നികൾ, സുന്നത്തെ ജമാഅത്തിൻ്റെ ആളുകൾ. ഇതിനെ ഈ വഹാബികളെ പോലെയുള്ള ആളുകൾ പരിഹസിക്കും. സത്യത്തിൽ ഇത് ഇത്രത്തോളം പുണ്യമുള്ള കാര്യമാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ അതിന് മാത്രം പ്രത്യേകം പുണ്യം വരാനുള്ള കാരണം? ഈ ബിദഅത്തിന്റെ ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം ഒന്നിനും ഉൾക്കൊള്ളുന്നില്ലല്ലോ. അള്ളാഹ് ഒന്നിനെ ബഹുമാനിച്ചാൽ അതിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ബദരീങ്ങൾ അള്ളാഹ് ബഹുമാനിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയപ്പെട്ടതാണ്. ഇപ്പം ഹജറുൽ അസ്വദ് ഒരു കല്ലല്ലേ, ആ കല്ലിനെ പോയി ചുംബിക്കാണ്ട് നമ്മൾ വലിയ സംഭവമാണല്ലേ. അപ്പോൾ ബദരീങ്ങൾ അള്ളാഹ് ബഹുമാനിച്ചോലെ പേര് പിന്നെ നമ്മളിപ്പം നാളെ ഇന്നത്തെ ദിവസമൊക്കെ പിന്നെ നമ്മൾ ആണ്ടുകളിലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അസ്മാഉൽ ബദർ ചൊല്ലുന്നവരാണ് നമ്മൾ. കാരണം ഓലെ പേരിപ്പം സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ബാബു ദിക്കിരി മൻ ഷഹിദ ബദറാന്ന ഒരു ബാബന്നെ ബദറിൽ പങ്കെടുത്തോലെ പേര് പറയാന്ന്. ഇതൊരു ബാബന്നെയാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ ഇന്നാ ഉഹൈന ഇലൈക കമാ ഉഹൈന ഇലാ നൂഹിൻ വന്നബിയ്യിന മിൻ ബഅദി വൗഹൈന ഇലാ ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത് വ ഈസ വ അയ്യൂബ വ യൂനുസ വ ഹാറൂൻ വ സുലൈമാൻ വ ആതൈന ദാവൂദ് സബൂറ. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ബദരീങ്ങളുള്ള മാതിരി അമ്പിയാക്കളെ പേരിങ്ങനെ ഇടുന്നത്. ഇങ്ങനെ പറഞ്ഞ ആയത്ത് ഞാൻ കൂലില്ലേ. അപ്പം ഓരോ പേര് അള്ളാഹ് ഇഷ്ടപ്പെട്ട പേര് പറയില്ല, അതൊന്നും ഒരാളും സംശയിക്കൂല. നമ്മളതൊക്കെ ഉൾക്കൊണ്ട് നമ്മളെ പൂർവികർ കാണിച്ചെന്ന രൂപത്തിൽ മാഷാ അല്ലാഹ്. ഏതായാലും ബദറിൻ്റെ ഇനിയും ഇത് നമുക്ക് പലതും ഇതിൽ പൊള്ളിക്കാനും പറയാണ്ട്. നമ്മൾ ചെറിയൊരു ഇന്നത്തെ ഈ അനുസ്മരണ ദിവസമായതുകൊണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളുടെ കൂടെ ഒരു കടന്നുപോക്ക് മാത്രമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ ഈ ബദർ ഈ ചർച്ച നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണല്ലോ തൽക്കാലം. ഉസ്താദ് ബദരീങ്ങളെ കുറിച്ച് കുറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് വരികൾ ഒന്ന് പാട് എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. രണ്ട് വരി സൽമാൻ തന്നെ പാടിയല്ലേ. ബദർ ബദർ ഹാ ബദർ 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 ഹാ ബദർ 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 ഹാ ബദർ ബദർ നിറയി മഞ്ജുര തീര ബദർ ബദർ ചതിയനം അബുജഹൽ ചലനമറ്റവനുടൽ ചരിത്രത്തിൻ പ്രതിപോകിൽ ബദർ ബദർ ചതിയനം അബുജഹൽ ചലനമറ്റവനുടൽ ചരിത്രത്തിൻ പ്രതിപോകിൽ ബദർ ബദർ അധികാര കള്ളി വേണ്ട അതിനാരും ഒരുങ്ങണ്ട അവരാരും മറക്കണ്ട ബദർ ബദർ അവരാരും മറക്കണ്ട ബദർ ബദർ ബദരീങ്ങൾക്കുള്ള പദവികൾ വല്ല പറയാൻ വാക്കില്ല പേരുരിയുള്ള ബദരീങ്ങൾക്കുള്ള പദവികൾ വല്ല പറയാൻ വാക്കില്ല പേരുരിയുള്ള റിളാവുള്ള അതുപോലെ അതുമീത എന്താ വേറെ റിളാവുള്ള അതുപോലെ അതുമീത എന്താ വേറെ അവരാണ് അസ്ഹാബ് ബദർ ബദർ റളിയല്ലാഹു അൻഹും സദാ ബദർ 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 ഹാ ബദർ 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 ഹാ ബദർ 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 ഹാ ബദർ ബദർ നിറയി മഞ്ജുര തീര ബദർ ബദർ. ബദരീങ്ങളെ നോട്ടം അത് അള്ളാഹു നമുക്ക് എന്ന് നൽകട്ടെ. നമ്മളെ മശായിഖന്മാരെ പൊരുത്തം അതാണല്ലോ ബദരീങ്ങൾ. അള്ളാഹ് റസൂലിൻ്റെ പൊരുത്തം അതാണ് അതിൻ്റെ വഴി, അതാണ് ഇന്ന് നേടാനുള്ളതും. ബദറിൽ ഇറങ്ങുമ്പോൾ അൻസാരിങ്ങളും മുഹാജിരീങ്ങളും റസൂലാണ്ട് പറഞ്ഞത് നിങ്ങളെ പൊരുത്തം എന്താണോ നിങ്ങളെ കൂടെ നിങ്ങൾ എന്നും അറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ബദറിൻ്റെ സന്ദേശം. ആ റസൂലിൻ്റെ കദമിൽ വരുന്ന മശായിഖന്മാരെന്നും ഉണ്ടാവും. ഓലെ കൂടെ എന്ത് ത്യാഗവും എന്തും സഹിച്ച് ബദരീങ്ങൾ നിന്നതുപോലെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതിന് അള്ളാഹു നമുക്ക് ബദരീങ്ങളെ മദതിൽ
തോഫീക്കും ആവത് നൽകട്ടെ. ആമീൻ.